എന്താ പറയാ ഈ സ്ട്രൈറ്റ് ഇങ്ങനെ വലിച്ചു നീട്ടാത്ത പോലത്തെ നല്ല കേളി കുറച്ച് wavy ആണോ? ഓ, ആയിരിക്കും. ഇത് ആക്ച്വലി ചോദിക്കുന്നത് പടം വരയ്ക്കാൻ മാത്രമൊന്നല്ല, ഇതുപോലത്തെ കുട്ടികൾ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാനും കൂടിയിട്ടാ. ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ലോട്ടറി അടിച്ചു മക്കളെ. ചെവിയൊക്കെ എങ്ങനെയാ വേണ്ടേ? നോർമൽ ചെവിയിൽ ജുംക്കായിട്ട് നല്ലതായിരിക്കും. ആ, ജുംക്ക് വേണോ അല്ലേ? ഇപ്പൊ ശരിയാക്കി തരാമേ. അർജുൻ, ആർട്ടിസ്റ്റുകളൊക്കെ ഇഷ്ടാണോ? ലൈക് കലാകാരന്മാര് വരയ്ക്കോ? അർജുൻ വരയ്ക്കോ? അറ്റ്ലീസ്റ്റ് ഒരു മരം വീട്, ക്ലൗഡ്സ്, പുല്ല് അതൊക്കെ വരയ്ക്കും അല്ലേ? പ്രൊഫഷണൽ. അതില് പ്രോ ആണോ? മറ്റേ ആറും കൊണ്ട് പൂച്ച വരയ്ക്കും, ഇങ്ങനെ ആറ് വെച്ചിട്ട് അമ്പടോ, അതൊക്കെ ചെയ്യുമല്ലേ? വേറെ ലെവൽ. അർജുൻ ഈ ഫോട്ടോ കാണുമ്പോഴേ ഭയങ്കര ശാലീനത തോന്നുന്ന ഒരു ലുക്കാണേ. അതാണോ ഇഷ്ടം, അതോ മോഡേൺ ലുക്കാണോ? എനിക്ക് അങ്ങനെ രണ്ടും പോവും. എല്ലാം പോണം. ഓരോ ഇതനുസരിച്ച് ഡ്രസ്സിങ് ചെയ്യാലോ. ഡ്രസ്സിങ് മാറുമ്പോ മാറിക്കോളൂ അല്ലേ? കുഴപ്പമൊന്നുമില്ല. പൂ വേണോ അർജുൻ? എവിടെ? മുല്ലപ്പൂ മുടിയില് ചേച്ചി വരച്ച് കാണുന്നുണ്ടോ? ഇതുപോലത്തെ ഒരു നാത്തോനെ വേണം കണ്ടെത്തി അന്വേഷിക്കാൻ. ഓക്കെ, നോട്ട് ദ പോയിന്റ്. അർജുൻ മാട്രിമോണിയിലൊക്കെ ഉണ്ടോ? പരസ്യല്ല, മാട്രിമോണിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ എക്സ്പെക്ടേഷൻ കൊടുക്കാം. അർജുൻ പറഞ്ഞതനുസരിച്ചിട്ട് ഇങ്ങനെയാ. സാരി വേണോ? സാരി ആണല്ലോ. കുട്ടി എവിടെ പോയതാ? അമ്പലത്തിൽ പോയതാ? ജുമിക്കുണ്ട്, സാരി ഉണ്ട്, പൊട്ടുണ്ട്, ബ്രൈഡ്സ് ഉണ്ട്. അർജുൻ ഇങ്ങനെ നോക്കിട്ട് നിക്ക കുട്ടി. അർജുൻ ഉറങ്ങാണോ? അർജുൻ ഇതൊരു ഫിലിം ആക്ട്രസിനെ പോലെ തന്നെ ഉണ്ട്. അർജുൻ റെഡിയാണോ? കണ്ണ് തുറക്കാനായിട്ട് കഴിഞ്ഞോ? പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ അർജുൻ പറഞ്ഞ ഫീച്ചേഴ്സ് അനുസരിച്ചിട്ട് റെഡിയാണോ ഭാവി വധുവിനെ കാണാൻ? ഓക്കെ, അപ്പോ അർജുൻ തുറന്ന് കണ്ടോളൂ വധുവിനെ. നാണം വേണേ. കണ്ണുറക്കാൻ പറ്റുന്നില്ലെന്ന്. അയ്യോ, നേരെ നോക്കൂ. യെസ്, കണ്ടോ? അർജുന്റെ വധുവിനെ കണ്ടേ? കൊള്ളാലേ? ഹർഷ ആരെയും നിമിഷ സമയം കൊണ്ട് പടം വരയ്ക്കുന്ന ഒരാളാണ് ഹർഷ. ഇതൊരു ടാലന്റ് ആണ്. അടിപൊളി. അപ്പൊ ഇങ്ങനെയുള്ള ആരെങ്കിലും അർജുൻ അപ്രോച്ച് ചെയ്യാട്ടോ. അർജുൻ കല്യാണം കഴിക്കും ഉറപ്പാ. അല്ല അർജുൻ, അതോ ആൾക്കാർ എന്നെ വന്ന് തല്ലോ? എല്ലാരും ഒരു കൈയടി കൊടുത്തേ ഹർഷയ്ക്ക്. ഞങ്ങളെ ഹർഷ